ഇനിയും നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് എക്സ്പ്രസ് ഇൻ എ പ്ലസ് ഐ ബി ഫോം. നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് എ പ്ലസ് ഐ ബി ഫോം ആണ് ഉള്ളത് അല്ലേ. കോംപ്ലക്സ് നമ്പേഴ്സ് അതിൻ്റെ എ പ്ലസ് ഐ ബി ഫോമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ പ്ലസ് ഐ ബി ഫോം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ എടുക്കാം. അതാണ് ഇത്. ഓക്കെ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ എ പ്ലസ് ഐ ബി ഫോം. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്രസ് ഇൻ എ പ്ലസ് ഐ ബി ഫോം അങ്ങനെ എഴുതണം. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെ എഴുതാൻ പറ്റും? -5i ഉണ്ട്, 1/8 i ഉണ്ട്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് -5i ഉണ്ട് ഇൻറ്റു 1/8 ഇൻറ്റു i ഉണ്ട്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴേ നമുക്കറിയാം -5/8 ആകും, -5/8 ആകും, ഇൻറ്റു i² ആകും അല്ലേ. i² i ഇൻറ്റു i ചെയ്യാൻ പറ്റും, അത് i² ആകും. i² എത്രയാണ്? i² -1 ആണ്. അപ്പോൾ -5/8 ഉണ്ട് ഇൻറ്റു -1 ഉണ്ട്, ബിക്കോസ് i² ഈസ് -1. ശരിയല്ലേ? i² എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്ക് -i +5/8 ആയി. ഇത് നമുക്ക് റിയൽ പാർട്ടാണ്. ഐ ഇല്ലാത്ത ഒരു നമ്പറിനെ നമ്മൾ റിയൽ നമ്പർ എന്നാണ് പറയുന്നത്. ഐയും കൂടി ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്കതിനെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതൊരു റിയൽ നമ്പറാണ്. ഓക്കെ, പ്യുവർലി റിയൽ നമ്പർ. ഓക്കെ, പ്യുവർലി റിയൽ നമ്പർ. ഓക്കെ, അങ്ങനത്തെ വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 5/8നെ എനിക്ക് 5/8 പ്ലസ് 0 ഇൻറ്റു i എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ എയുടെ വാല്യൂ 5/8ഉം ബിയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, എയുടെ വാല്യൂ 5/8ഉം ബിയുടെ വാല്യൂ 0 ഇൻറ്റു ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എ പ്ലസ് ഐ ബി ഫോം എന്ന് പറയുന്നത് ഓഫ് 5/8. അപ്പോൾ ഏത് റിയൽ നമ്പറിനെ നമുക്ക് ആ രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അതെ. 5നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5നെ എനിക്ക് 5 + 0i എന്ന് എഴുതാൻ പറ്റും. ഇതൊരു കോംപ്ലക്സ് നമ്പർ, അതുകൊണ്ട് എല്ലാ റിയൽ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് എന്താണ് പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ -i ഉണ്ട്, അപ്പോൾ iയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് -i ഉണ്ട്, പിന്നെ 2i ഉണ്ട്, പിന്നെന്തോ ഇവിടെ -1/8 ഇൻറ്റു i⁻³ ഉണ്ട്. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ആകെയുള്ള എത്ര i ഉണ്ട്? ഇവിടെ ഒരു -1 ഇൻറ്റു i ഇൻറ്റു 2 ഇൻറ്റു i, ഓക്കെ, ഇൻറ്റു -1/8 the whole raised to 3 ഇൻറ്റു i⁻³. ഓക്കെ, അത്രയും സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ നെഗറ്റീവിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ ആ നെഗറ്റീവും ഈ -1ഉം കൂടെ പ്ലസ് ആകും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് പോസിറ്റീവായി, സൈൻ പോസിറ്റീവായി. പിന്നെ എനിക്ക് കിടക്കുന്ന ഒരു 2 ഉണ്ട്. ഓക്കെ, ഇൻറ്റു 1/8ൻ്റെ ക്യൂബ്. 8ൻ്റെ ക്യൂബ് എത്ര? 8 8 are 64. 64 4s are, so 64 ഇൻറ്റു 8 എത്രയാണ്? 8 8 64 ആണ്. 64 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 512 ആണ്. അപ്പോൾ താഴെ കിട്ടുന്നത് 512 എന്ന് കിട്ടും. ഓക്കെ, 512 എന്ന് കിട്ടും. പിന്നെ i1 2, പിന്നെ ഇത് i⁻³ ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. i⁻5i അല്ലേ? i⁻5i. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നും കൂടെ കട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കട്ട് ചെയ്യുന്നത്? 1/ എത്രയാണിത്? 128 അല്ലേ? 512 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 256 കിട്ടി. അപ്പോൾ ഇനി i⁻5നെ എത്ര i² ഉണ്ടോ i² the whole square ഇൻറ്റു i എന്ന് എഴുതാൻ പറ്റുമോ? i² the whole square എന്ന് പറഞ്ഞാൽ i⁻4 ആണ്.
ഇൻറ്റു ഐ. അപ്പോൾ i⁵ കാരണം i² വാല്യൂ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ എഴുതുന്നത്. 1/256 ഇൻറ്റു i² -1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഐ ഇങ്ങനെ എഴുതും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? i/256. അപ്പോൾ റിയൽ പാർട്ട് ഇല്ല ഇതിനകത്ത്. ഇത് പ്യുവർലി ഇമാജിനറി നമ്പറാണ്, കാരണം ഐയുടെ ഭാഗം മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ ഇതൊരു പ്യുവർലി ഇമാജിനറി നമ്പറാണ്. ഓക്കെ, ഒരു ഐ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ കിട്ടുന്നത്? അപ്പോൾ ഇതിൻ്റെ a+ib ഫോം എങ്ങനെ ആയിരിക്കുന്നത്? 0+, അപ്പോൾ a ഭാഗം 0 പ്ലസ് 1/256 ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ a+ib ഫോം ആയി. ഓക്കെ, അല്ലെങ്കിൽ a+bi ഫോം ആയി. അപ്പോൾ a+ib ഫോം എഴുതാൻ മനസ്സിലായോ എല്ലാവർക്കും? രണ്ടുപേർക്കും എടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 3 എന്താ പറയുന്നത്? എക്സ്പ്രസ് 5 - 3i the whole cube is in the form of a+ib. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് a - b ഹോൾ ക്യൂബിന്റെ ഫോർമുല അറിയാം, അല്ലെങ്കിൽ x - y ഹോൾ ക്യൂബിന്റെ ഫോർമുല അറിയാം. x - y the whole cube അതിന്റെ ഫോർമുല അറിയാം. x³ മൈനസ് 3x² പ്ലസ് 3xy² മൈനസ് y³ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫോർമുലക്കകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 5ഉം വൈയുടെ സ്ഥാനത്ത് 3i വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 5 - 3i ഹോൾ ക്യൂബ് എങ്ങനെ ഇരിക്കും? 5 - 3i ഹോൾ റേസ് ടു 3. ഇത് എങ്ങനെയായിരിക്കും? ഇതെങ്ങനെ ഇരിക്കുന്നത്? സോ ഇറ്റ് വിൽ ബി x⁵3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5⁵3 ആയിരിക്കും. -3 ഉണ്ട്, എക്സിൻ്റെ സ്ഥാനത്ത് 5 ആണ് കൊടുക്കുന്നത്, അപ്പോൾ 5². വൈയുടെ സ്ഥാനത്ത് 3i ആണ് കൊടുക്കുന്നത്. ഓക്കെ, 3i ആണ് കൊടുക്കുന്നത്. പിന്നെ പ്ലസ് 3, എക്സിൻ്റെ സ്ഥാനത്ത് 5ഉം വൈൻ്റെ സ്ഥാനത്ത് 3i ആണ് കൊടുക്കുന്നത്. പ്ലസ് 3i ഹോൾ റേസ് ടു 3. പ്ലസ് അല്ല, ഇവിടെ മൈനസ് വരും. ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. 125 മൈനസ് ഇത് 25 ഇൻറ്റു 9. 25 ഇൻറ്റു 9 എത്രയാണ്? 25 ഇൻറ്റു 9 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 225. ഓക്കെ, അപ്പോൾ ഇത് 225i പ്ലസ് ഇത് ഒരു i² ഉണ്ട് ഇവിടെ. 3 3 9 ഉണ്ട്, 9 3 27. 27 ഇൻറ്റു 5 i². 27 ഇൻറ്റു ഒരു മിനിറ്റ് നോക്കട്ടെ. 3 3 9 9 9 3 27. 9 ഇൻറ്റു 5 9 5 40 27 ഇൻറ്റു 5 അല്ലേ? 27 ഇൻറ്റു 5 എത്ര? 135. 135 പിന്നെ i² ഉണ്ട്. i² എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, -27 പിന്നെ i⁵3. i⁵3നെ എനിക്ക് i² ഇൻറ്റു i എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ എഴുതണം. i² എത്ര എണ്ണം ഉണ്ടോ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇവിടെ എന്ത് പറ്റി? ഇവിടെ 125 ഉണ്ട്, പിന്നെ ഇത് എത്രയാണ്? -225i ഉണ്ട്, പിന്നെ എന്താണ്? പ്ലസ് 135 i². i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ എനിക്കിവിടെ -i 135i. ഇനി ഇവിടെ i² മൈനസ് ആണ്, -1 ആണ്. ആ -1ഉം -ഉം കൂടെ എടുക്കുമ്പോഴത്തേക്കും പ്ലസ് 27i ആയി മാറും. അപ്പോൾ ഈ 125 പ്ലസ് അല്ലെങ്കിൽ -135 അത് എത്രയാണ് ആൻസർ? -10 അല്ലേ? പിന്നെ ഈ 225 - 27. 225 - 27 and that will be equal to 198. So it is -198 i. അപ്പോൾ ആൻസർ എന്താണ് ഇതിൻ്റെ? y - 3i the whole cube is equal to ഇത്. ഓക്കെ, ഇത് നോട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇത് നോക്കാം എങ്ങനെ. ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ആദ്യം നമുക്ക് ഡയറക്റ്റ്ലി 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ കിട്ടുന്നത് -3 ആൻഡ് i. സോ i ഇൻറ്റു i ഈസ് i². അപ്പോൾ എനിക്ക് അതിനകത്ത് കിട്ടുന്നത്
3 ഇൻറ്റു ഐ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഐ സ്ക്വയർ ഓൾറെഡി -1 ആണ്. ആ -1ഉം -3 ഇൻറ്റു -1 ആകും. അപ്പോൾ എന്താ കിട്ടുന്നത്? 3 എന്ന ആൻസർ കിട്ടും. ഇത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2വിനകത്ത് i⁻⁹ ഉണ്ട്. ഓക്കെ, എനിക്ക് അതിനെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? i⁻⁹ ഐ സ്ക്വയർ ⁴ എന്ന് എഴുതി കഴിയുമ്പോൾ എന്തായിരിക്കും അതിന്റെ അർത്ഥം? i⁻⁸i ഇൻറ്റു ഐ എന്ന് എഴുതാം. ഓക്കെ, i⁻⁴ എന്ന് എഴുതുമ്പോഴത്തേക്കും ഏറ്റവും അടുത്ത ഈവൻ നമ്പർ ആകും. ഈവൻ നമ്പർ വരുമ്പോഴത്തേക്കും അത് -1നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇവിടെ ഐ ആയി മാറി. പിന്നെ എന്താണ് ഇവിടെ i⁻19 ആണ്. അപ്പോൾ അതെങ്ങനെ എടുക്കും? i² എന്ന് എടുക്കും. അപ്പോൾ 9 2s are 18 ആയി. 18 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഐ കൂടെ വരും. അപ്പോൾ ഒരു ഐയും കൂടെ കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. i² എന്താണ്? -1 ആണ്. അപ്പോൾ -1⁴ ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എന്താണ്? -1⁴ ഇൻറ്റു ഐ. ഓക്കെ, ഇതിനകത്ത് പ്ലസ് ആയി പോവും ഐ, കാരണം -1ന്റെ ⁴ +1 ആയിരിക്കും. അതുകൊണ്ട് ഐ മാത്രം ബാക്കി വരും. പ്ലസ് ഇവിടെ ഐ പ്ലസ് ഐ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഐയും ഐയും തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആൻസർ എന്താണ്? 0. ഓക്കെ, ഐയും ഐയും കൂടെ ക്യാൻസൽ ആയിട്ട് വാല്യൂ 0 ആയി മാറും. ഓക്കെ, അപ്പോൾ ഈ i⁻39 എങ്ങനെയാണ്? i⁻39 എങ്ങനെയാണ് എടുക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ, i⁻39 എങ്ങനെ എടുക്കും? i⁻39 ഈ മൈനസ് വന്നാൽ തന്നെ പവറിനകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. 1/i⁻39 എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇനി ആ 39നെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റണം. ഒരെണ്ണം മാറ്റിയിട്ട് മറ്റേതിനെ i² എന്നുള്ള രൂപത്തിൽ എഴുതുക. അപ്പോൾ അതെങ്ങനെ പറ്റും? സോ ദിസ് ഈസ് 1/ ഈ i² നമ്മൾ എവിടെ വരെ കൊണ്ടുപോകും? 38 വരെ കൊണ്ടുപോകണമെങ്കിൽ എന്തായിരിക്കും എടുക്കേണ്ടത്? 38ലേക്ക് കൊണ്ടുപോകണം. 19 2s are 38 ആയിരിക്കും അല്ലേ? 2 ഇൻറ്റു 19 = 38. അപ്പോൾ 38 വരെ എത്തി. പിന്നെ ഒരു ഐയും കൂടെ കൊടുത്തു. അപ്പോൾ ഐയിലെ 39 ആയി. ഓക്കെ, അപ്പോൾ 1/ ഇവിടെ -1⁻19 അതെന്തായിരിക്കും? i² എന്ന് പറഞ്ഞാൽ -1 എന്ന് വായിക്കുക. -1⁻19 എത്രയാണ്? -1⁻19 -1 തന്നെ. അതുകൊണ്ട് മൈനസ് ഇൻറ്റു ഐ എന്ന് ബാക്കി വന്നു. ക്ലിയർ ആയോ? -i. സോ -1/-i അല്ലെങ്കിൽ പറയാം -1/i ഇങ്ങനെ പറയാം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം. നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താണ് പറയുന്നത്? 3 ഇൻറ്റു ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഇൻറ്റു 7 പ്ലസ് ഐ ഇൻറ്റു 7 പ്ലസ് ഐ ഇൻറ്റു 7 പ്ലസ് ഐ ഇൻറ്റു 7 ഈ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എടുക്കാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. ഒന്നിലോ ഫുള്ളി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ്. ആദ്യം എങ്ങനെ ഫുൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? പിന്നെ 7 + 7i മറ്റേ 3 + i അങ്ങനെ വേണമെങ്കിൽ കോമൺ എടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. a+ib ഫോമിൽ എഴുതാനുള്ളതാണ് അല്ലേ? a+ib ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് a+ib ഫോമിലേക്ക് മാറി, സിമ്പിൾ ഫോമായി. ക്ലിയർ? ഇപ്പോൾ 0+, ഇപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുന്നത്? ഇതിൻ്റെ a+ib ഫോം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനകത്തെ a+ib ഫോം എന്താണ്? ഇപ്പോൾ 3 + 0i. ഇതിനകത്തെയോ സെക്കൻഡിൻ്റെയോ 0 + 0i. മനസ്സിലായോ? അപ്പം ഇതിനെ എന്തോ ചെയ്യും? -1നെ i² എന്ന് എടുക്കുക. ഓക്കെ, മുകളിലത്തെ -1 വന്നല്ലോ. മുകളിലത്തെ -1 വന്നതിനെ ഇപ്പോൾ ഇതിനകത്തെ മുകളിലത്തെ -1നെ i² എന്ന് എടുക്കുക. അപ്പോൾ i² ആകും, താഴെ ഐയും വരും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഐ കട്ടാവും. അപ്പോൾ i ആയി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഐ ആയി മാറി. അപ്പോൾ ഇനി ഈ ഐനെ നമുക്ക് 0 + i എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് a+ib ഫോമിലേക്ക് മാറ്റുന്നത്. ഒന്നിലോ ഇവിടെ ഇത്ര ആക്കി എഴുതുക, താഴെ കിടക്കണ്ട, മുകളിലോട്ട് എടുത്തേക്കാം. ഞാനത് വിട്ടുപോയി, അത് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്തു പോയായിരുന്നു, പക്ഷേ a+ib ഫോമിലേക്ക് എഴുതിയില്ല. അപ്പോൾ a+ib ഫോമിലേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഐ ഇല്ലെങ്കിൽ 0i എന്ന് കൊടുക്കുക, എ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം കോൺസ്റ്റന്റ് പാർട്ട് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 0 കൊടുക്കുക. ഓക്കെ,
ഇതിനകത്ത് എന്താണ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 7 3 സാർ ഇവിടെ 21 ആയി. പിന്നെന്താണ് 7 3 സാർ 21 പ്ലസ് 21i പ്ലസ് 7ii പ്ലസ് i സ്ക്വയർ ഇൻറ്റു 7 i സ്ക്വയർ എന്നുള്ളത് -1 ആണ്. ഓക്കെ, ഇത് 21 പിന്നെ 21i പ്ലസ് 7i 28i പ്ലസ് 28i. ഓക്കെ, പിന്നെന്താണ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു 7. ഓക്കെ, -7 എന്ന് വേണമെങ്കിൽ പറയാം അതിന്. i സ്ക്വയർ -1 ആയി, അപ്പോൾ ഇൻറ്റു 7. മനസ്സിലായല്ലോ, i സ്ക്വയർ -1 ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണ്? 7 3 സാർ 21 ആണ്. 7 2 സാർ അപ്പോൾ 14 പ്ലസ് 28i. അപ്പോൾ ഇത് നമുക്ക് a+ib ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ നമ്പർ 5. അതെന്താണ്? 1 മൈനസ് i മൈനസ് -1 പ്ലസ് i ഇൻറ്റു 6. ഓക്കെ, ഇതും പ്രത്യേകിച്ച് 1 മൈനസ് i പിന്നെ ഈ മൈനസ് പ്ലസ് 1 minus I into 6. Okay, 1 plus 1 is equal to 2 and ഇത് എത്രയാണ്? -i minus 6i is minus 7i. സാധാരണ അഡീഷൻ ആയിരുന്നു രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. ക്ലിയർ ആയോ? 5 ക്വസ്റ്റ്യൻസ്. ഇനി ഓക്കെ, ആറാമത്തെ എങ്ങനെ ചെയ്യും? എങ്ങനെ എടുക്കാൻ പറ്റും? 6th ക്വസ്റ്റ്യൻ നമുക്ക് നോട്ട് ചെയ്യാം. 1/5 ഉണ്ട് പ്ലസ് i ഇൻറ്റു 2/5 ഉണ്ട് മൈനസ് 4 പ്ലസ് i ഇൻറ്റു 5/2 ഉണ്ട്. ആദ്യം അഡീഷൻ ആണ് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ? 1/5 പ്ലസ് 2/5i i പുറമോട്ടോ ഫ്രണ്ടിലോട്ടോ ഒക്കെ ആയിട്ട് എഴുതാം. ഓക്കെ, ഇത് 5 ആണ് കേട്ടോ, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2/5 ആണ്. പിന്നെ -4 മൈനസ് 5/2 ഇൻറ്റു i. ഇതിനകത്ത് എന്താണ്? 1/5 മൈനസ് 4 അത് എത്രയാണ്? 1/5 മൈനസ് 4 ഇത് ഒരുമിച്ച് വരും. പിന്നെ മറ്റേതിനകത്ത് i കോമൺ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്ലസ് 2/5 മൈനസ് 5/2 ഇൻറ്റു i. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. സോ ഇറ്റ് ഈസ് 1 മൈനസ് 5 4 20 1 മൈനസ് 20/5. ഓക്കെ, ഇപ്പുറത്തോ 5 2 10 LCM ആണ്. ഇവിടെ 4i മൈനസ് 5 5 25i ഇവിടെ i. സോ ദിസ് ഇസ് ഈക്വൽ ടു 19 minus 19/5 and then this is minus 21 അല്ലേ? minus 21/10 into i. അപ്പോൾ ഇതാണ് നമ്മുടെ a+ib ഫോം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ്റെ a+ib ഫോം ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ 7th ക്വസ്റ്റ്യൻ്റെ നമുക്ക് ചെയ്യാം. 7th ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. സെവൻത്തിൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം നമുക്ക്. സെവൻത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 7th ക്വസ്റ്റ്യനകത്ത് പറയുന്നത് 1/3 പ്ലസ് 7/3i പ്ലസ് 4 പ്ലസ് 1/3i മൈനസ്. ഓക്കെ, ആ ബ്രാക്കറ്റ് അങ്ങ് കളഞ്ഞേക്കാം. അത് കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് വ്യത്യാസം വരുന്നില്ല എന്നാണ് തോന്നുന്നത്. -4/3 പ്ലസ് i. ഇനിയും ഓരോ ബ്രാക്കറ്റും കളയണം. 1/3 പ്ലസ് 7/3i പ്ലസ് 4 പ്ലസ് 1/3i മൈനസ് മൈനസ് പ്ലസ് 4/3 മൈനസ് പ്ലസ് മൈനസ് i. ഓക്കെ, ഇനി നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുക. അതെന്താണ്? 1/3 ഉണ്ട് പ്ലസ്
4 ഉണ്ട് പ്ലസ് 4/3 ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഐ ഉള്ളതെല്ലാം ഒരുമിച്ച് എടുക്കുക. അപ്പോൾ പ്ലസ് ഞാൻ എടുക്കുകയാണ് 7/3 പ്ലസ് 1/3 -1, എന്നിട്ട് ഐ കോമൺ ആയിട്ട് അങ്ങ് എടുക്കുക. ഓക്കെ, ഐ ഇതിൽ നിന്നും ഐ കോമൺ എടുക്കാം. നിങ്ങളുണ്ടോ അവിടെ? അപ്പം ഇവിടെ എൽ സി എം എന്താണ്? ഇവിടെ 3 ആണ് എൽ സി എം. അപ്പോൾ ഇവിടെ 1 പ്ലസ് 4 3 12 പ്ലസ് 4. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ്? ഇവിടെയും എൽ സി എം 3 തന്നെയാണ്. അപ്പോൾ ഇവിടെ 7 പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ ഇത് 12 പ്ലസ് 5 എത്രയാണ്? 17. അപ്പോൾ 17/3 ഇവിടെ വരുന്നു. പിന്നെ ഇത് എത്രയാണ്? 7 പ്ലസ് 1 8 ആണ്. 8 മൈനസ് 3 is 5. So plus 5/3 into I. So this should be your answer. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? നിങ്ങളവിടെ ഉണ്ടോ അതോ ഉറങ്ങിപ്പോയാ? മനസ്സിലായി 7. ഇനിയും 8 9 നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവോ? 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു 4. 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു 4 എങ്ങനെ എടുക്കും? എ പ്ലസ് ബി ഹോൾ റേസ് ടു 4. നിങ്ങൾക്ക് ഹോൾ റേസ് ടു 3 വരെയുള്ള ഫോർമുല പഠിച്ചു. ഹോൾ റേസ് ടു 4 ചെയ്യാൻ എന്ത് ചെയ്യും? ബൈനോമിയൽ ഉപയോഗിച്ചാൽ പറ്റും വേണമെന്ന് വെച്ചാൽ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എടുക്കുക അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8-നകത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു 4 ആണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് ഇപ്പം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ അതെനിക്ക് അറിയാവുന്നതാണല്ലോ. 1 സ്ക്വയർ മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ. കറക്റ്റ്. ഇപ്പുറത്തും അതുപോലെ തന്നെ 1 മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ. കറക്റ്റ് ആണോ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആ ഒരു ഫോർമുല അങ്ങ് ഉപയോഗിച്ചു. ഇനി ഇപ്പോൾ ഇതെന്താണ്? ഇത് 1 മൈനസ് 2i, ഇത് 1 മൈനസ് 2i മൈനസ് 1. ഇപ്പുറത്തോ 1 മൈനസ് 2i മൈനസ് 1. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എന്നും എഴുതാം. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതിനകത്ത് 1 മൈനസ് 1 കട്ടായി പോകും. ഇവിടെ 1 മൈനസ് 1 കട്ടായി പോകും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് മൈനസ് 2i ഇൻറ്റു മൈനസ് 2i എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് 4i ഐ സ്ക്വയർ ആയി. ഈ ഐ സ്ക്വയർ എന്താണ്? മൈനസ് 1 ആണ്. ഐ സ്ക്വയർ എന്താണ്? മൈനസ് 1 ആണ്. സോ 4 ഇൻറ്റു മൈനസ് 1. സോ ആൻസർ ഈസ് മൈനസ് ഓഫ് 4. അപ്പോൾ ഇതിൻ്റെ എ പ്ലസ് ഐ ബി ഫോം എന്താണ്? -4 പ്ലസ് 0i. ഓക്കെ, ഇത്ര എഴുതിയാലും മതി. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഐ ബി ഫോം കാണിക്കാൻ വേണ്ടിയിട്ട് -4 പ്ലസ് 0i. അപ്പോൾ അതാകുമ്പോൾ ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പോൾ പ്യൂർലി റിയൽ നമ്പർ ആണ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ഏതാന്ന് നോക്കാം. 9-നകത്ത് 1/3 ഇത് നമുക്കറിയാവുന്നതല്ലേ. ഇതെങ്ങനെ ചെയ്യുന്നത്? 1/3 പ്ലസ് 3i ഹോൾ ക്യൂബ്. 1/3 പ്ലസ് 3i ഹോൾ റേസ് ടു 3 എങ്ങനെ ചെയ്യാൻ പറ്റും? അത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഫോർമുല ഞാൻ പഠിപ്പിച്ചായിരുന്നു അല്ലേ? കുറച്ച് മുമ്പ് ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ ചെയ്തതേ ഉള്ളൂ. എവിടെ ചെയ്തത്? ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതാണ് എക്സ് മൈനസ് 5 ദ ഹോൾ ക്യൂബ്. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ 1/3 ദ ഹോൾ റേസ് ടു 3 എടുക്കാം പ്ലസ് 3
into first one 1/3 the whole square into second part again plus 3 into 1/3 into 3i അതിൻ്റെ സ്ക്വയർ പ്ലസ് 3i the whole square sorry not whole square whole cube. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? 1/3 ഹോൾ ക്യൂബ് എത്രയാണ്? 1/27. ഓക്കെ, ഇവിടെയോ 3 3 9 ഉണ്ട്, 2 3 ഉണ്ട്, താഴെ 2 3 ഉണ്ട്, അത് അവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോൾ ഒരു ഐ മാത്രം ബാക്കി വരും, പ്ലസ് ഐ. അപ്പുറത്തും ഈ 3യും കൂടെ ക്യാൻസൽ ആവും, അവിടെ ഒരു 9 വരും, 9i² വരും. i² എന്ന് പറഞ്ഞാൽ -1 ആണ്, i² എന്ന് പറഞ്ഞാൽ -1 ആണ്, അതുകൊണ്ട് -9 ആകും, അത് -9 ആകും. ഇവിടെ 3 3 9 3 27 ആണ്, അപ്പോൾ നമുക്ക് പ്ലസ് 27 ഇൻറ്റു i⁻3. i⁻3നെ ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്? i² ഇൻറ്റു i എന്നങ്ങ് എഴുതും. i²നെ -1 ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? 1/27 പ്ലസ് i -9 പ്ലസ് 27 -1. ഓക്കെ, i² -1 ആണ്, i² ഇൻറ്റു -27 ഇൻറ്റു i, ആ രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഐയുടെ പോർഷൻസ് ഇത് രണ്ടും നോർമലായിട്ടുള്ളത് 1/27 -9 ആണ്, ഇത് സാധാരണ പോർഷൻ. പിന്നെ ഐ ഉള്ള പോർഷൻ എന്താണ്? പ്ലസ് ഐ കോമൺ എടുക്കാം, അപ്പോൾ 1 കിട്ടി, പിന്നെ -27 ആയി. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 1 മൈനസ് വാട്ട് ഈസ് 27 ഇൻറ്റു 9? 27 into 9 will be equal to 243. 1 minus 243 divided by 27 plus I into minus 26. പിന്നെ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്? This is equal to 1. This is minus 242 divided by 27 minus 26 into i. ഇത്രയായി. ഓക്കെ, 9. പത്താമത്തെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ ഇങ്ങനെ തന്നെ. a+b ദ ഹോൾ ക്യൂബ് ആണ്. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫുള്ള് പുറത്തോട്ട് എടുക്കാം, എന്നിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ PDF അങ്ങോട്ട് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് a+ib കൺവേർട്ട് ചെയ്യുന്നത്, തന്നിരിക്കുന്ന എക്സ്പ്രഷനെ a+ib ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇപ്പോൾ പഠിച്ചു. ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക, വീട്ടിൽ പോയിട്ട് ബാക്കി നിങ്ങൾ വീട്ടിലിരുന്ന് ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രോബ്ലംസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.